കേരള കർണാടക അതിർത്തിയിൽ കാടിനു നടുവിലായി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു കാർഷിക ഗ്രാമമുണ്ട്. കബനി പുഴയുടെ തീരത്ത് പഴയ ഇനം നെല്ലിനങ്ങളെ കൊണ്ട് ചരിത്രം എഴുതിയ ഒരു ഹരിത ലോകം. വയനാടൻ ഗ്രാമീണത അടുത്തറിയാൻ പറ്റിയ ഈ ഗ്രാമത്തിൻ്റെ പേര് ചേകാടി എന്നാണ്. മണ്ണിനെയും കാടിനെയും അകമഴിഞ്ഞ് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഈ ചേകാടിയിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് തിരുനെല്ലിയിൽ നിന്നാണ്. രാവിലെ തിരുനെല്ലിയിൽ നിന്ന് തെറ്റ് റോഡ് വഴി തോൽപ്പെട്ടിയിലെത്തുകയും അവിടെ കാട്ടിലൂടെ സഫാരി നടത്തുകയും ചെയ്തു. വഴിയരികിലും സഫാരിക്കിടയിലുമായി ധാരാളം കാട്ടുമൃഗങ്ങളെയാണ് ഇന്ന് കണ്ടത്. അതുപോലെ തോൽപ്പെട്ടിയിലെയും ബാവലിയിലെയും കേരള കർണാടക ബോർഡറുകളിലെ കാഴ്ചകളും കണ്ടു. ഇപ്പോൾ ഞാൻ ബാവലി ബോർഡറിനടുത്തുള്ള ചേകാടി എന്ന ഹരിത ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. കാട്ടിക്കുളം ഭാഗത്ത് നിന്ന് ബാവലിയിലേക്ക് വരുമ്പോൾ ബോർഡർ എത്തുന്നതിന് മുമ്പുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായി വലതുഭാഗത്തേക്ക് ഒരു ചെറിയ റോഡ് കാണാം. ഈ വഴിയിലൂടെ ചേകാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ചേകാടിയിലേക്കുള്ള വഴിയിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ തന്നെ ഹരിത മനോഹരമായ കാഴ്ചകൾ കണ്ടു തുടങ്ങി. കന്നുകാലികൾ മേയുന്ന മേച്ചിൽപ്പുറങ്ങൾക്ക് അതിരിടുന്ന കാടുകൾ, സ്ഥിരമായി കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നതിനാൽ ഫെൻസിംഗ് എല്ലാം ചെയ്ത് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളെല്ലാം. ഇവിടെ നിന്ന് കുറച്ചു ദൂരം കൂടി പോകണം ചേകാടിയിലെത്താൻ. അതിനു മുന്നിൽ തന്നെ പാടശേഖരങ്ങൾ കണ്ടു തുടങ്ങി. പാടങ്ങൾക്കതിരിലായി ആദിവാസി കോളനികളും വീടുകളും. ഈ വഴിയിലൂടെ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ നിറഞ്ഞൊഴുകുന്ന കബനിയുടെ തീരത്തെത്തി. കഴിഞ്ഞ കുറച്ച് ദിവസം വയനാട്ടിൽ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ കബനിയും കര കവിഞ്ഞൊഴുകുകയാണ്. കാവേരി നദിയുടെ പ്രധാന കൈവരിയായ ഈ കബനി കുറ്റ്യാടി ചുരം കടന്നു പോകുന്ന പക്രന്തളം കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മക്കിയാട് പുഴയും പെരിയാപ്പുഴയും ഈ നദിയിൽ ലയിച്ചതിനു ശേഷം മാനന്തവാടി ടൗണിനെ ഒന്ന് ചുറ്റിയാണ് കബനി ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. അതിനിടയിലായി ലക്കിടിയിൽ നിന്നും ബാനാസുര കുന്നുകളിൽ നിന്നുമായി ഉത്ഭവിക്കുന്ന പനമരം പുഴ കുറുവാദ്വീപിന് 2 കിലോമീറ്റർ മുമ്പായി പയ്യാമ്പള്ളിയിൽ വെച്ച് ഈ കബനിയുമായി ചേരുന്നുണ്ട്. ഇന്നലെ നമ്മൾ ട്രെക്കിംഗ് ചെയ്ത ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാവനാശിനി പുഴ ഇവിടെ നിന്ന് കുറച്ചു ദൂരം കൂടി താഴെയായി ഈ കബനിയിൽ ലയിക്കും. അങ്ങനെ ഈ നദി ഈ കാടുകളെയും ഗ്രാമങ്ങളെയും ചുറ്റി കിഴക്കോട്ടൊഴുകി കർണാടകയിലെ നരസുപുരയിൽ വെച്ച് കാവേരിയിൽ ലയിക്കും. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിലൊന്നാണല്ലോ ഈ കബനി. മൺസൂണിൽ കബനി ഇങ്ങനെയാണ്. തീരത്തെ ഗ്രാമങ്ങളെയും കൃഷിയിടങ്ങളെയും വെള്ളത്തിലാക്കി കര കവിഞ്ഞൊഴുകും. ജില്ലയിലെ പല കുന്നുകളിൽ നിന്നാണല്ലോ കബനിയുടെയും കൈവരികളുടെയും ഉത്ഭവം. അതുകൊണ്ട് തന്നെ പല നാടുകളുടെയും ഗ്രാമങ്ങളുടെയും കഥ പറയാനുണ്ടാകും ഈ കബനിക്ക്. മഴക്കാലത്താണെങ്കിൽ കര കവിഞ്ഞൊഴുകി ജനങ്ങളെ പ്രയാസത്തിലാക്കും. വേനൽക്കാലത്ത് കൃഷിക്ക് ആവശ്യമായ വെള്ളം കബനിയിൽ നിന്ന് ഇതിൻ്റെ തീരത്തുള്ളവർക്ക് കിട്ടുന്നുമില്ല. നദിയിൽ തടയണകളുടെയും ബണ്ടുകളുടെയും അപര്യാപ്തത മൂലം ഈ വെള്ളമെല്ലാം കന്നഡ ഗ്രാമങ്ങളിലെ നിലങ്ങളിലാണ് ഇന്നെത്തുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾ പല പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം ഈ മഴവെള്ളപ്പാച്ചിൽ പോലെ മുങ്ങിപ്പോകുന്നതാണ് ഈ ഗ്രാമീണർ ഇതുവരെ കണ്ടത്. ഈ കബനിപ്പുഴ മുറിച്ച് കടന്നാൽ നമുക്ക് ചേകാടിയിലെത്താം. ഒരു 10 വർഷം മുമ്പ് വരെ ഇവിടെ ഈ പാലമില്ലായിരുന്നു. അന്ന് ചെങ്ങാടത്തിലും തോണിയിലുമായിരുന്നു കുത്തിയൊലിക്കുന്ന ഈ കബനിയെ നാട്ടുകാർ മുറിച്ച് കടന്നിരുന്നത്. നാം ഇതുവരെ സഞ്ചരിച്ച തിരുനെല്ലി പഞ്ചായത്ത് ഇവിടെ തീരുകയാണ്. കബനിക്കപ്പുറം പുൽപ്പള്ളി പഞ്ചായത്താണ്. 2 പഞ്ചായത്തുകൾ മാത്രമല്ല ഈ കബനി വേർതിരിക്കുന്നത്. മാനന്തവാടി ബത്തേരി മണ്ഡലങ്ങളുടെ അതിർത്തി കൂടിയാണ് ഈ കബനി. ഈ പാലം കടക്കുന്നതോടെ നമ്മൾ ചേകാടിയിലെത്തുകയാണ്. ഹരിത മനോഹരമായ ഒരു ഗ്രാമം. എങ്ങ് നോക്കിയാലും കതിരിട്ട നെൽപ്പാടങ്ങൾ, കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന പാടശേഖരങ്ങൾ, പാടത്ത് തല ഉയർത്തി നിൽക്കുന്ന ഏർമാടങ്ങൾ, നിലങ്ങൾക്കിടയിൽ ആടിൻപറ്റത്തെ തീറ്റുന്ന ഗ്രാമീണർ. വയനാടൻ ഗ്രാമീണത അനുഭവിച്ചറിയാൻ പറ്റിയ ഒരിടത്ത് തന്നെയാണ് ഞാൻ എത്തിയിട്ടുള്ളത്. കാടും നാടും കൂടിച്ചേരുന്ന ഒരു ഗ്രാമത്തിൽ, ചേകാടി എന്ന ഒരു സ്വർഗഭൂമിയിൽ.
വയനാട്ടിലെ ഒരു പ്രാചീന ഗ്രാമമാണ് ഈ ചേക്കാടി. ഏകദേശം 600 വർഷം മുമ്പ് മുതൽ തന്നെ ചേക്കാടിയിൽ ജനവാസമുണ്ട്. പുൽപ്പള്ളി ഒരു ജനവാസ കേന്ദ്രമാകും മുമ്പ് ഇന്ന് പുൽപ്പള്ളി പഞ്ചായത്തിലെ 1-ാം വാർഡായ ഈ ചേക്കാടി ആയിരുന്നു ഈ നാട്ടിലെ പ്രധാന കേന്ദ്രം. മലബാർ മാനുവലിൽ ഈ ചേക്കാടിയെക്കുറിച്ച് പരാമർശിക്കുന്നുമുണ്ട്. പുൽപ്പള്ളി പഞ്ചായത്തുകളിൽ മാത്രമുള്ള ഇടനാടൻ ചെട്ടി സമുദായവും അടിയ, പണിയ, കാട്ടുനായ്ക്ക, ഊരാളി തുടങ്ങിയ ആദിവാസികളുമാണ് ചേക്കാടിയിലെ നിവാസികൾ. 80% ആദിവാസികൾ താമസിക്കുന്ന ഈ ഹരിത ഗ്രാമത്തിൽ കർണാടകയിൽ നിന്ന് വന്ന പുരാതന കുടിയേറ്റ ജനതയായ ചെട്ടിമാരുടെ സംസ്കാരമാണ് നമുക്ക് കാണാനാവുക. മണ്ണിനെയും കാടിനെയും അകമണിഞ്ഞു സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ് ഈ ചേക്കാടിയിലെ ഗ്രാമീണർ. നെൽകൃഷി തന്നെയാണ് ഇവിടുത്തുകാരുടെ ജീവിതമാർഗവും. കരയേക്കാളേറെ വയലുകളുള്ള ഈ ഗ്രാമത്തിൽ ഗന്ധകശാല നെല്ലാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. 300 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീരകശാല, പാൽത്തുണ്ടി, തവളക്കണ്ണൻ, ചോമാല, മുള്ളൻചെണ്ണ, സൺബത്ത, ഗന്ധകശാല തുടങ്ങിയ പഴയ നെല്ലിനങ്ങൾ 100 മേനി വിളഞ്ഞിരുന്ന ഒരു മണ്ണാണിത്. കാലക്രമേണ ഈ ഇനങ്ങളെല്ലാം അപ്രത്യക്ഷമായി. ഇന്ന് ഗന്ധകശാല നെല്ലിനത്തിൻ്റെ പോരിശയെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഗ്രാമീണർ. ഗന്ധകശാല പൂവിടുമ്പോൾ ഒരു പ്രത്യേക സുഗന്ധമായിരിക്കും ഈ പാടങ്ങളിൽ. പണ്ട് കാളകളെ കൊണ്ട് ഉഴുതിരുന്ന ഈ നിലങ്ങളിൽ ഇന്ന് ട്രാക്ടറുകളും കൊയ്ത്ത് യന്ത്രങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. എങ്കിലും ജൈവകൃഷി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അത് തന്നെയാണ് മണ്ണിനെ സ്നേഹിക്കുന്ന ഈ ചേക്കാടിയിലെ വിജയമന്ത്രവും. നന്മയുള്ള നാട്ടിലെ വിഷാംശം മേൽക്കാത്ത പച്ചയാണ് ചേക്കാടിയിലെ നെൽകൃഷി. ധാരാളം ചെറിയ കോളനികൾ കൂടി ചേർന്നതാണ് ഈ ചേക്കാടി ഗ്രാമം. പാലം കഴിഞ്ഞ ഉടനെ കാണുന്നതാണ് തോണിക്കടവ് കോളനി. ഇവിടെ നിന്ന് നേരെ മുന്നോട്ട് പോയാൽ ഒരു ചെറിയ ജംഗ്ഷനെത്തും. അവിടെ നിന്ന് ഇടത്തോട്ടാണ് പുൽപ്പള്ളിയിലേക്കുള്ള വഴി. വലത്തോട്ട് പോയാൽ ചേക്കാടിയിലെ പന്നിക്കലെത്തും. അവിടേക്കാണ് ഇന്ന് നാം പോകുന്നത്. ചേക്കാടിയിലെ പന്നിക്കൽ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണിത്. ഭൂമിക്കൊരു ചെറിയ ചെരിവുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ തട്ടുതട്ടായി ചെറിയ ചെറിയ കണ്ടങ്ങളായാണ് ഇവിടെ നിലമൊരുക്കിയിട്ടുള്ളത്. പല വലുപ്പത്തിലും ആകൃതിയിലുമുള്ള നിലങ്ങൾ. നിലങ്ങൾക്ക് നടുവിലായി ഏർമാടങ്ങൾ. വഴിയരികിലെ വലിയ മരങ്ങൾക്ക് മുകളിലുമുണ്ട് ഏർമാടങ്ങൾ. മൂന്ന് വശവും കാടിനാലും ഒരു വശം കബനിയാലും ചുറ്റപ്പെട്ട ഗ്രാമമാണ് ഈ ചേക്കാടി. വന്യമൃഗശല്യം ഏറെ രൂക്ഷമായ ഒരിടം കൂടിയാണിത്. കാട്ടുമൃഗങ്ങളുടെ അക്രമം കുറക്കാൻ കേരളത്തിൽ ആദ്യമായി കിടങ്ങ് നിർമ്മിച്ചത് ഇവിടെയാണ്. ഗ്രാമത്തിനു ചുറ്റും വൈദ്യുതി വേലിയും കിടങ്ങുകളും പലവട്ടം നിർമ്മിച്ചെങ്കിലും മൃഗശല്യത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല ഈ ഗ്രാമത്തിൽ. നെല്ല് നടുന്നത് മുതൽ കൊയ്ത്ത് കഴിയും വരെ ഈ ഏർമാടങ്ങളിൽ കർഷകർ പുലർച്ചെ വരെ കാവലിരിക്കും. വഴിയരികിൽ കണ്ട ഒരു ഏർമാടമാണിത്. ഒരു മുളക്കൂട്ടത്തിന് മുകളിലാണ് ഈ ഏർമാടം കെട്ടിയിട്ടുള്ളത്. ഇതുപോലെ കൗതുകകരമായ ധാരാളം ഏർമാടങ്ങളുണ്ട് ഈ പാടയോരങ്ങളിൽ. പണ്ട് കാലങ്ങളിൽ ഇവിടെ ഇത്ര കാവലിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ കാട് ചുരുങ്ങിയതോടെ വന്യമൃഗങ്ങൾ തീറ്റ തേടി ഈ പാടങ്ങളിൽ എത്തിത്തുടങ്ങി. ചില സമയത്ത് കാട്ടുപന്നിക്കൂട്ടങ്ങളാകും ഈ പാടത്ത്, ചിലപ്പോൾ ആനക്കൂട്ടങ്ങളാകും ഈ നെൽപ്പാടങ്ങളിൽ. പച്ചപ്പിൻ്റെ വിവിധ നിറഭേദങ്ങൾ ഈ നെൽപ്പാടങ്ങളിൽ പ്രതിഫലിക്കും. ഡിസംബറോടെ നെല്ല് വിളഞ്ഞ് ഒരു സ്വർണ്ണ കടലായി മാറും ഈ പാടങ്ങളെല്ലാം. പിന്നെ കൊയ്ത്തുത്സവമായിരിക്കും ഈ ഗ്രാമത്തിൽ. ജനുവരി പകുതിയോടെ കൊയ്ത്ത് കഴിയും. കൊയ്ത്ത് കഴിഞ്ഞാലും കാത്തിരിപ്പ് കഴിയുന്നില്ല ഈ ഗ്രാമീണർക്ക്. നെല്ലിന് നല്ല വില കിട്ടണമെങ്കിൽ സർക്കാർ സംഭരണ കേന്ദ്രങ്ങളിൽ തന്നെ നെല്ല് നൽകണം. പക്ഷെ 2-3 മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് 6 മാസത്തെ വിയർപ്പിൻ്റെ വില ഈ കർഷകരുടെ കൈകളിലെത്തും. പുറത്തുള്ള മാർക്കറ്റിൽ നെല്ല് കൊടുത്താൽ വളരെ തുച്ഛം വിലയാണ് ഈ കർഷകർക്ക് ലഭിക്കുന്നത്. വേനൽക്കാലത്ത് കൃഷിക്ക് ആവശ്യമായ വെള്ളത്തിൻ്റെ കുറവാണ് ചേക്കാടി നേരിടുന്ന മറ്റൊരു പ്രശ്നം. മൺസൂണിൽ വെള്ളപ്പൊക്കമുണ്ടാക്കുന്ന കബനിക്ക് വേനലിൽ ഈ പാടങ്ങളെ നനയ്ക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഇവിടെ നെല്ലിറക്കുന്നത്. ഈ വർഷം മുതൽ നാട്ടുകാർ തന്നെ കബനിയിൽ സ്വന്തമായി തടയണ കെട്ടി ഈ പാടങ്ങളിൽ പുഞ്ചകൃഷി തുടങ്ങാനുള്ള പ്രവർത്തനത്തിലാണ് ഈ ഗ്രാമീണർ. വരുന്ന വേനലുകളിൽ ചേക്കാടി വീണ്ടും പച്ചപ്പണിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
നാം നേരത്തെ കണ്ട പാലം നിർമ്മിക്കുന്നത് വരെ പൊതുഗതാഗതം വളരെ കുറഞ്ഞൊരിടമായിരുന്നു ഈ ഗ്രാമം. 12 കിലോമീറ്റർ അകലെയുള്ള പുൽപ്പള്ളിയാണ് അന്ന് ഈ നാട്ടുകാരുടെ പ്രധാന ആശ്രയം. ബത്തേരി, പുൽപ്പള്ളി, ചേക്കാടി റൂട്ടിലോടുന്ന ഒരു KSRTC സർവീസുമുണ്ട് ഇവിടേക്ക്. ഒരു LP സ്കൂൾ മാത്രമുള്ള ചേക്കാടിയിലെ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഈ ബസ് സർവീസ്. ഈ കുറഞ്ഞ നേരം കൊണ്ട് നമുക്ക് ചേക്കാടിയെ അടുത്തറിയാൻ കഴിയില്ല. ഈ പാടങ്ങളിലൂടെ നടക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് കൃഷിക്ക് ഒരു രാഷ്ട്രീയമുണ്ടെന്നും അതൊരു പോരാട്ടമാണെന്നും വലിയ ചെറുത്തുനിൽപ്പിലൂടെയാണ് ഈ ഗ്രാമം കടന്നു പോകുന്നതെന്നുമാണ്. ചേക്കാടിയിൽ നിന്ന് ഞാനിപ്പോൾ പുൽപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ കണ്ട നല്ലൊരു കാടാണിത്. വലിയ മരങ്ങളാണ് ചുറ്റും, ചെറിയ മുളക്കൂട്ടങ്ങളുമുണ്ട് ഇടയിൽ. റോഡിന് വീതി കുറവുള്ളത് കൊണ്ട് തന്നെ മരങ്ങൾ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇതുവഴി പോകുമ്പോൾ. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു തേക്കിൻ കാട്ടിലൂടെയായി യാത്ര. പുൽപ്പള്ളിയിൽ നിന്ന് അമ്പലവയൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇരുട്ട് പരന്നിട്ടുണ്ട് വഴികളിൽ. ഇരുളം കഴിഞ്ഞതോടെ വീണ്ടും കാട് തുടങ്ങി. കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന വഴികൾ കൂടിയാണിത്. അമ്പലവയലിലെ സ്കൈ ബിസ റിസോർട്ടിലാണ് ഇന്നത്തെ താമസം. നാളെ രാവിലെ മുത്തങ്ങയും അതിർത്തിയിലെ ഗ്രാമങ്ങളും കൃഷികളും കാണണം. വൈകുന്നേരം നെല്ലറച്ചാലിൽ നിന്ന് അസ്തമയവും. ഈ കാഴ്ചകളെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിലായി കാണാം.